മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് എൻ എസ് എസ് പരിപാടിക്ക് മുമ്പ് SNDP യോഗത്തിന്റെ ചടങ്ങിന് ചെന്നിത്തല എത്തും. SNDP യൂണിയന്റെ ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്ര ഉദ്ഘാടകൻ ചെന്നിത്തലയാണ്. വൈക്കം യൂണിയന്റെ പരിപാടിയിൽ സമ്മേളന ഉദ്ഘാടനമാണ് ചെന്നിത്തലയ്ക്ക്. പദയാത്ര ഉദ്ഘാടനത്തിനെത്തുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനാണ്. ഇതിൽ നിന്നും SNDP യോഗ നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് ചെന്നിത്തലയെ പരിപാടിക്ക് വിളിക്കുന്നത് എന്ന കാര്യം വ്യക്തമാവുകയാണ്. കുറച്ചു കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും ചെന്നിത്തലയെ ചിലർ മാറ്റി നിർത്തുന്നുവെന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല. വയനാട്ടിലും പാലക്കാട്ടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ചെന്നിത്തല മഹാരാഷ്ട്രയിൽ തന്നെയായിരുന്നു. അവിടെ കോൺഗ്രസ് മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇതോടെ ചെന്നിത്തലയുടെ കാലം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പ്രചരിപ്പിക്കാൻ ചിലർ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മണിയാർ വൈദ്യുതി ഇടപാടിൽ ആരോപണവുമായി ചെന്നിത്തല രംഗത്തെത്തിയത്. തെളിവടക്കം പുറത്തുവിട്ടു. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയിലും കത്തിക്കയറി. ഇതോടെ പ്രതിപക്ഷത്തെ പ്രധാന ശബ്ദമായി ചെന്നിത്തല മാറി. പിന്നാലെ NSS ക്ഷണവും എത്തി. മന്നം ജയന്തിയിൽ മുഖ്യപ്രഭാഷകനായാണ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത്. ജനുവരി 2-ന് പെരുന്നയിൽ ചേരുന്ന സമ്മേളനത്തിൽ ചെന്നിത്തല പങ്കെടുക്കും. പരിപാടിയുടെ നോട്ടീസ് പുറത്തിറക്കി. ഇതിന് പിന്നാലെയാണ് അതിനു മുമ്പുള്ള പരിപാടിയിലേക്ക് SNDPയും ചെന്നിത്തലയെ ക്ഷണിക്കുന്നത്. ഇതോടെ ഈ സമുദായത്തിനും ചെന്നിത്തലയോട് താല്പര്യമുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് MLA ആണ് ചെന്നിത്തല. SNDPക്ക് ഏറെ സ്വാധീനമുള്ള നിയോജക മണ്ഡലം കൂടിയാണ് ഹരിപ്പാട്. അതുകൊണ്ട് തന്നെ NSSനൊപ്പം SNDPയും ചെന്നിത്തലയെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ സന്ദേശം അണികൾക്ക് നൽകുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഹരിപ്പാട്ടെ വിജയത്തിന് ചെന്നിത്തലയ്ക്ക് ഇതും അനിവാര്യ ഘടകം തന്നെ. NSSനെയും SNDPയെയും ഒരുപോലെ കണ്ട് താനൊരു സമുദായത്തിന്റെ മാത്രം ആളല്ല എന്ന സന്ദേശം നൽകാനും ചെന്നിത്തല ശ്രമിക്കും. ക്രൈസ്തവ മുസ്ലിം മത നേതാക്കളുമായുള്ള സൗഹൃദവും ചെന്നിത്തല ശക്തമായി തന്നെ കൊണ്ടുപോകും. ഒരു സമുദായത്തിന്റെ മാത്രം ആളായി തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവിൽ ചെന്നിത്തല വ്യക്തമായ പദ്ധതികൾ തന്നെയാണ് ഇതിനുവേണ്ടി തയ്യാറാക്കുമെന്നും സൂചനകൾ ഉള്ളത്. ചെന്നിത്തലയോട് ഒരു അതൃപ്തിയും ഇല്ല എന്ന സന്ദേശം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും നൽകുന്നത് എന്നതാണ് വസ്തുത. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാന വിവാദം ഉണ്ടാക്കി NSS നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ പരാമർശത്തെ ചെന്നിത്തല പിന്നീട് തള്ളി പറഞ്ഞതായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെന്നിത്തല NSS വേദിയിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി NSS നല്ല ബന്ധത്തിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ചെന്നിത്തലയെ NSS വീണ്ടും ചേർത്ത് പിടിക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശിന് താക്കോൽ സ്ഥാനം നൽകണമെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയോടെയാണ് രമേശും NSS നേതൃത്വവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് തുടക്കമാകുന്നത്. വീണ്ടും ഒരു ജനുവരിയിലാണ് അവർ ഒന്നിക്കുന്നത്. 2013 ഒരു ജനുവരി സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് നടത്തിയ ഈ പ്രസംഗം കേരള രാഷ്ട്രീയത്തിന് താക്കോൽ സ്ഥാനം എന്ന പദം സമ്മാനിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശിനെ ഉൾപ്പെടുത്തണമെന്നതായിരുന്നു സുകുമാരൻ നായരുടെ അന്ത്യശാസനം. KPCC അധ്യക്ഷനായിരുന്ന രമേശിന് ചെറിയ പരിക്കല്ല താക്കോൽ സ്ഥാനം നൽകിയത്. അതിനെ ചെന്നിത്തല തള്ളി പറയുകയും ചെയ്തു. മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അടുത്ത ജനുവരി 1-ന് അതായത് 2014 രമേശ് ആഭ്യന്തരമന്ത്രിയായി. പക്ഷേ രമേശും NSS നേതൃത്വവും തമ്മിൽ അടുക്കാനാകാത്ത വിധം അകന്നിരുന്നു. ഇതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. NSS വീണ്ടും രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിക്കുകയാണ്.